മക്കളെ, എല്ലാവർക്കും സുഖമല്ലേ? സന്തോഷമല്ലേ? വചനം കേൾക്കാൻ റെഡിയായോ? വിശുദ്ധമായിട്ട് ജീവിതത്തിൽ കേട്ടിട്ട് എങ്ങനെ തോന്നുന്നു? നിങ്ങളുടെ വീട്ടിലേക്ക് ആ വിശുദ്ധൻ വരുന്നുണ്ടോ? കുഞ്ഞുങ്ങളിൽ മാനസാന്തരം വരുന്നുണ്ടോ? നമുക്ക് ഒരുമിച്ച് ഇന്ന് ഒരു മഹാവിശുദ്ധൻ്റെ അനുഭവത്തിലേക്ക് കടന്നു പോകാൻ പോവുകയാണ്. വിശുദ്ധനായ അഗസ്തീനോസ്. ആ വിശുദ്ധനെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ യുവജനങ്ങളിലും മാതാപിതാക്കന്മാരിലൊക്കെ ഒത്തിരിയേറെ നല്ല നല്ല ചിന്തകളും നല്ല നല്ല ആഗ്രഹങ്ങളും ഉണ്ടാകും. ഇതാ വചനം തരികയാണ് ആത്മുഖമായി. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 13-14 വാക്യങ്ങൾ ശ്രദ്ധിച്ചേൻ. പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചകളിലോ വിഷയാസക്തികളിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത്. പ്രത്യുത കർത്താവായ യേശുവിനെ ധരിക്കുവിൻ. മകളെ, വിശുദ്ധനായ അഗസ്തീനോസിൻ്റെ അമ്മയായ മോനിക്ക പുണ്യവതിയുടെ കണ്ണുനീരിൻ്റെ പുത്രനാണ് വിശുദ്ധ അഗസ്തീനോസ്. പാപസുഖങ്ങളിൽ ജീവിച്ചിരുന്ന അഗസ്തീനോസിന് പുണ്യജീവിതം ഒരു മരുഭൂമി അനുഭവമായിരുന്നു. അഗസ്തീനോസ് അനുതാപത്തോടെ പറയുന്ന ഒരു വാക്യമുണ്ട്, കേൾക്കണോ? വിദ്യാഭ്യാസം ഇല്ലാത്തവർ പോലും സ്വർഗരാജ്യം സ്വന്തമാക്കുന്നു. വിദ്യാസമ്പന്നനായ ഞാനോ പാപച്ചെളിയിൽ ഉരുണ്ട് കഷ്ടപ്പെടുന്നു. ഈ ചിന്ത പിന്നീട് ഒരു തീരുമാനമായി. പല കൂട്ടുകാരെയും ഉപേക്ഷിച്ചു. ജഡിക സുഖങ്ങൾ വേണ്ടെന്ന് വെച്ചു. ഒരു വശത്ത് വിശുദ്ധ ജീവിതം, മറുവശത്ത് പാപം നിറഞ്ഞ അശുദ്ധ ജീവിതം. മകളെ, നന്മയെ തിന്മയെന്നും പുണ്യത്തെ പാപമാണെന്നും പറയുന്ന കള്ളപ്രവാചകന്മാർ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ജഡമോഹങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ യുവജനങ്ങളോട് അഗസ്തീനോസ് സന്ദേശം നൽകുകയാണ്. അഗസ്റ്റിൻ പറയുമായിരുന്നു, അഗസ്റ്റിൻ തൻ്റെ പാപജീവിതം അവസാനിപ്പിച്ച് വിശുദ്ധ ജീവിതം ആരംഭിച്ചപ്പോൾ പഴയ സുഹൃത്തുക്കൾ വീണ്ടും പാപം ചെയ്യാൻ വിളിച്ചപ്പോൾ അഗസ്റ്റിൻ പറയുമായിരുന്നു, പഴയ അഗസ്റ്റിൻ മരിച്ചു, പുതിയ അഗസ്റ്റിന് പാപം ചെയ്യാൻ അറിയില്ല. 33-ാം വയസ്സിൽ മാമോദീസ സ്വീകരിക്കുകയും പിന്നീട് വൈദികനായി, മെത്രാനായി, തിരുസഭയിലെ ഒരു വിശുദ്ധനായി തൻ്റെ അലൗകികമായ ജീവിതം തുടരുകയാണ്. യുവാക്കളെ, യുവതികളെ, നമുക്കൊരു മാതൃകയാണ് അഗസ്തീനോസ്. അമ്മമാരെ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഏത് കൊടും പാപിയും മാനസാന്തരപ്പെടും. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും കൂടി ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.